ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുക എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കെടുതികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ തുടർച്ചയാകാം. അങ്ങനെയല്ലാതെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമാണ്. എന്നാൽ ഒരു പ്രവചനം കാരണം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തകർച്ചയുണ്ടായി എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ജപ്പാനെക്കുറിച്ചാണ്. അതായത് റിയോ തത്സുഗി എന്ന് പറയുന്ന ഒരു പ്രവാചക അവർ പറയുന്നു 2025 ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകാം. അത് ഭൂകമ്പമാകാം, അല്ലെങ്കിൽ സുനാമി ആകാം. എന്തായാലും ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു. അതോടുകൂടി ജപ്പാനിലെ ജനങ്ങൾ വലിയ ഭയാശങ്കരായി. എന്നാൽ ജൂലൈ 5 പ്രഭാതമായി, 4:18 19 20 എന്തിന് നേരം വെളുത്തു കഴിഞ്ഞിട്ടും ഉച്ചയായിട്ടും വൈകിട്ടായിട്ടും ജപ്പാനിൽ അത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ റിയോ തത്സുഗിയുടെ ഒരു പ്രവചനം കാരണം ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തുണ്ടായത് $30,000 കോടി നഷ്ടമാണ്. അപ്പോൾ അത്രയും വലിയ നഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും പിടിച്ചുലയ്ക്കുക എന്നാണ് അർത്ഥം. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ജപ്പാനിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകൾ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടാകാം, ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട്, പഠനാവശ്യങ്ങൾക്ക്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി വന്നുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്കുള്ള യാത്ര റദ്ദാക്കി. പ്രത്യേകിച്ച് ജപ്പാനിലെ ടൂറിസം സീസണായിരുന്നു. അവിടേക്ക് വരുന്ന ആളുകളും കുറഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ 39% വരെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായ ഒരു രാജ്യമാണ് ജപ്പാൻ. എന്നാൽ മെയ് മാസത്തിന് ശേഷം ക്രമാനുഗതമായി ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളായി വരാനായിട്ട് ബുക്ക് ചെയ്ത വിമാനങ്ങളിൽ നിന്ന് എല്ലാവരും പിൻവലിയുകയാണ്. അതായത് ഹോട്ടലിൽ നിന്ന് തങ്ങളുടെ ബുക്കിങ്ങുകളെല്ലാം പിൻവലിക്കുന്നു, എല്ലാം റദ്ദാക്കി കളയുന്നു. അങ്ങനെ ഹോട്ടൽ വ്യവസായം, ടൂറിസം മേഖല, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകൾ മുഴുവൻ ഏതാണ്ട് നിശ്ചലമായി എന്ന് പറയാം. മാത്രമല്ല ജപ്പാനിലെ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ജപ്പാൻ മാത്രമല്ല, തൈവാന്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ചില പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ റിയോ തത്സുഗി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഒരു കോമിക് ബുക്കൊക്കെ എഴുതുന്നതാണെന്ന് പറയുന്നു. ഇവർ 2011 ഒരു പ്രവചനം നടത്തിയെന്നും, അതായത് 2011 ഭൂകമ്പത്തെക്കുറിച്ച് പ്രവചനം നടത്തിയെന്നും അന്ന് 16,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഒക്കെയാണ് വാർത്ത പ്രചരിച്ചത്, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടുകൂടി ജപ്പാൻ ഗവൺമെൻറ് ചില നടപടികളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അത് തുടർച്ചയായി ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകുന്നതുകൊണ്ട് മാറ്റി പാർപ്പിച്ചതാണ്. ഈ റിയോ തത്സുഗിയുടെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയുമില്ല. അങ്ങനെ ഒരാൾക്ക് എവിടെ, ഏത് സമയത്ത്, എപ്പോൾ ഭൂകമ്പം ഉണ്ടാകും, ഭൂചലനം ഉണ്ടാകുമെന്ന് പ്രവചിക്കുക സാധ്യമല്ല. ഭൂകമ്പ മേഖലയിലെ വിദഗ്ധർ, കാലാവസ്ഥാ മേഖലയിലെ വിദഗ്ധരെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ റിയോ തത്സുഗിയുടെ ഈ പ്രവചനങ്ങളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ജാപ്പനീസ് ജനത തയ്യാറായില്ല. അവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി. വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. കാരണം ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്ന് ജപ്പാനാണ്. മൊത്തം ഭൂകമ്പങ്ങളുടെ എണ്ണം എടുത്താൽ അതിൻ്റെ 18% ജപ്പാനിലുണ്ടാകും. മാത്രമല്ല ഈ റിയോ തത്സുഗി ഈ പ്രവചനം നടത്തിയതിന് ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ മേഖല, അതായത് തോഗാര ദ്വീപ സമൂഹമുണ്ട്, ഇവിടെ 1000-ഓളം തുടർ ഭൂചലനങ്ങളുണ്ടായി. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്നു. ഇതിന് ശേഷം അവിടെ റിക്ടർ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ആളുകൾ ഭയപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ ഭൗമപാളികൾ തമ്മിൽ കൂടിച്ചേരുകയോ അകന്നു മാറുകയോ ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ സമുദ്രാന്തർ ഭാഗത്ത് നിന്ന് വലിയ സ്ഫോടനമുണ്ടായി ലാവാപ്രവാഹം ഉണ്ടാകാം. ഇതിന് സാധ്യതയുണ്ട്. അതായത് റിയോ തത്സുഗിയുടെ പ്രവചന പ്രകാരം ഒരു വലിയ ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടാകുകയും അതിൻ്റെ തുടർച്ചയായി സുനാമി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഭൂകമ്പത്തിന് തുടർച്ചയായി സുനാമി ഉണ്ടായാൽ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാവും അത് സാക്ഷ്യം വഹിക്കാം. പക്ഷേ ജാപ്പനീസ് ഭരണകൂടം, അതുപോലെ തന്നെ പ്രാദേശിക അധികൃതർ ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് പിന്തുണയേകി. എന്തു പറഞ്ഞാലും ഇവിടെ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഹോങ്കോങ്, തൈവാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ മേഖലകളിലെ ടൂറിസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കി. ജപ്പാനുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ ഇടിവുണ്ടായി. എല്ലാ ദിവസവും നടക്കുന്ന തരത്തിലുള്ള വിമാന സർവീസുകൾ, 100-ലധികം വിമാന സർവീസുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ പൂർണ്ണമായും റദ്ദാക്കി. അപ്പോൾ അവരുടെ സാമ്പത്തിക മേഖല അത് എത്ര ബാധിച്ചു? അപ്പോൾ 30,000 കോടി രൂപയുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ജപ്പാനെ
ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം എല്ലാ തിരിച്ചടികളെയും അതിജീവിക്കുന്ന ജപ്പാന് എപ്പോഴും ഈ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോഴും മറ്റൊരു കാര്യമുണ്ടായി. അതായത് മൗണ്ട് ഷിൻമോൺടേക്ക് എന്ന് പറയുന്ന അഗ്നിപർവ്വതം അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയുണ്ടായി ജപ്പാനിൽ. അപ്പോൾ റിയോ തസുയി പറയുന്ന ഭൂകമ്പം അതുപോലെ തന്നെ സുനാമി ആണെങ്കിൽ ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായപ്പോൾ അതിനുള്ളിൽ നിന്ന് ലാവ അല്ലെങ്കിൽ ചാരമൊക്കെ കിലോമീറ്ററുകളോളം ഉയരത്തിൽ ചിതറിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 മീറ്റർ 3 കിലോമീറ്ററോളം നീളത്തിൽ വരെ ഇതിൻ്റെ ചാരവും പുകയും ഒക്കെ ചിതറിത്തെറിച്ചു. ഈ ദൃശ്യങ്ങൾ ജപ്പാനിലെ കാലാവസ്ഥാ പഠന കേന്ദ്രം തന്നെ പുറത്തുവിടുകയും ചെയ്തു. എന്നിട്ട് കൂടുതൽ ഭൂകമ്പ സാധ്യത ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആ മേഖലയിലുള്ള കുറേയധികം ആളുകളെ ഒഴിപ്പിച്ചു. 2011 ഏപ്രിൽ 3 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു ഈ പറയുന്ന മൗണ്ട് ഷിൻമോൺടേക്കിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഈ റിയോ തസുയിയുടെ പ്രവചനത്തെ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജപ്പാൻ പറയുന്നു അങ്ങനെയല്ല, ഇത് ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി എന്ന് പറയുന്നത് പോലെയല്ല. ഇത്തരത്തിലുള്ള ലാവാപ്രവാഹം ഉണ്ടായത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയാണ്. ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസിയുടെ ഈ പ്രസ്താവനകളെ പക്ഷേ ജപ്പാൻ ജനത പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. കാരണം ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തം ഉണ്ടാകും, അതിൻ്റെ സമയം തീയതിയൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ റിയോ തസുയി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർ പ്രവചിച്ച ഒരു കാര്യം മണിക്കൂറുകൾക്ക് ശേഷം എങ്ങനെ അവിടെ സംഭവിച്ചു? അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയമുണ്ടായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂറിൽ 24 അടി വരെ ഉയരത്തിൽ വെള്ളം ഉയർന്നു. അതായത് നദികളിലെ ജലനിരപ്പ് ഉയരില്ലേ, അത് 24 അടി വരെ ഉയർന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടെക്സസിൻ്റെ മധ്യഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഇനിയും വെള്ളം ഉയരാം. അതായത് 4 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 4 മണിക്കൂർ കൊണ്ട് അമേരിക്കയിലെ ടെക്സാസിൽ പെയ്തു. ഇതിനൊരാഴ്ച മുമ്പ് ചൈനയിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ കനത്ത മഴയുണ്ടായി. അവിടെ നിന്ന് 40,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ റിയോ തസുയിയുടെ പ്രവചനത്തെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ ഹൈപ്പ് കൊടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് ജപ്പാനിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നു. അമേരിക്കയിലെ ടെക്സാസിൽ വലിയ മിന്നൽ പ്രളയമുണ്ടാകുന്നു. ഒരാഴ്ച മുമ്പ് ചൈനയിൽ മഹാപ്രളയം, ഏതാണ്ട് 50 വർഷത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രളയം. ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഈ റിയോ തസുയിയുടെ പ്രവചനത്തിന് ഇനിയും സാധ്യതയുണ്ട്. കാരണം ഇവർ പറയുന്നത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ, ഞാൻ 9ാം വയസ്സ് മുതൽ ഇത്തരം സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്, അത് പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ ചിത്രരൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായതായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവകാശപ്പെടുന്നില്ല. റിയോ തസുയി ജാമ്യം എടുക്കുന്നുണ്ട്. പക്ഷേ ജാപ്പനീസ് ഭരണകൂടത്തിന് ഇവരുടെ ഒരൊറ്റ പ്രവചനം കൊണ്ട് ജനങ്ങളെ ഭയാശങ്കരാക്കി എന്ന് മാത്രമല്ല, ആ രാജ്യത്തിന് 30,000 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു. ഇതെല്ലാം ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ ക്രമേണേ ഉണ്ടാവുകയുള്ളൂ. കാരണം തുടർ ഭൂചലനങ്ങളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇനി ജപ്പാനിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെടും. മാത്രമല്ല 30 വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ ഭയാനകമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും ജാപ്പനീസ് ഭരണകൂടം നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇനി ജപ്പാനിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നത്, ജപ്പാനിലെ ടൂറിസവും അനുബന്ധ മേഖലകളുമൊക്കെ വീണ്ടും വികസിച്ച് അല്ലെ വളർന്നു വരുന്നത് എത്ര കാലത്തിന് ശേഷമായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. എന്തായാലും ഒരു പ്രവചനം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ തളർത്തി എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് റിയോ തസുയിയുടെ പ്രവചനവും അതുപോലെ തന്നെ ജപ്പാനുണ്ടായ സാമ്പത്തിക തളർച്ചയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.